ഏയ് വിജയത്തിൽ താഴ്മ ഒരു വജ്രം പോലെയാണ്. എന്താണ്? വിജയത്തിൽ താഴ്മ ഒരു വജ്രം പോലെയാണ്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് കൈവശം വെക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. എന്താണ്? പലപ്പോഴും നമ്മൾ വിജയിക്കുമ്പോൾ അല്ലേ, പലപ്പോഴും നമ്മൾ മറ്റൊരാളായി മാറാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാണോ നമ്മൾ വളർന്നു വന്നത്, ആ അവസ്ഥ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് പലപ്പോഴും അല്ലേ. അപ്പൊ വിജയം എന്നത് വിജയത്തിലൊരു താഴ്മ. നമ്മൾ സക്സസ്ഫുൾ ആയി അല്ലെ. ഫോർ എക്സാമ്പിൾ സച്ചിൻ തെണ്ടുൽക്കർ അല്ലെ, സച്ചിന്റെ ഒരു അവസ്ഥ നോക്കി നോക്കൂ. അദ്ദേഹത്തിന്റെ ആ മുഖത്തുള്ള ഒരു പ്രസന്നത, അദ്ദേഹത്തിന്റെ ആ മുഖത്തുള്ള ഒരു താഴ്മ അല്ലേ, നിങ്ങൾ നോക്കി നോക്കൂ. ഏത് സമയവും നമുക്കൊരു പുഞ്ചിരിയോട് കൂടി അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രസന്നത കാണും അല്ലേ. അതുപോലെ വിജയിച്ച ആളുകളിൽ നിന്ന് ഒരു പ്രസന്നത അല്ലേ. വിജയിച്ച ആളുകൾ എപ്പോഴും താഴ്മയോട് കൂടി അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ, അവരുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പലരും ജീവിതത്തിൽ വിജയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയോ? അവർ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളാകുന്നു അല്ലേ. പിന്നെ അവർ ഏത് വഴിയാണോ വന്നത് ആ വഴിയൊക്കെ മറന്നു പോകുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ആ പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. താഴ്മയോട് കൂടി കടന്നു പോവുക, വിജയിക്കുക. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാലും താഴ്മയോട് കൂടി കടന്നു പോകാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ.